ജീവനിൽ കിനാവു തന്ന കൺമണി നീയില്ലയെങ്കിലെന്നിലെ പ്രകാശമില്ലിനി ഇഴിനീരു പെയ്ത മാറിയ കെടാതെ കാത്ത പുഞ്ചിരി നീ എന്നൊരാ പ്രതീക്ഷയിൽ എരിഞ്ഞ പുൻതിരി മനം പകുത്തു നൽകിടാം കുറുമ്പു കൊണ്ടു മൂടിടാം അടുത്തു വന്നിടാം കൊതിച്ചു നിന്നിടാം വിരൽ കൊരുത്തിടാം സ്വയം മറന്നിടാം ഈ ആശകൾ തൻ മൺതോണിയുമായി തുഴഞ്ഞകലെ പോയിടാം എന്റെ നെഞ്ചാ സബ്സ്ക്രൈബേഴ്സും പോരട്ടോ ഗൈസ്. നമുക്ക് അധികം വീഡിയോ ഒന്നും ഇടാത്തതുകൊണ്ട് ആരും നമ്മളെ കാണുന്നില്ല. എന്നാലും നമ്മൾ വീഡിയോ പരിശ്രമത്തിന് വിജയം തന്നെയല്ലേ. കണ്ടിട്ട് നാള് കുറേ റെഡ് ഷോപ്പിങ്ങൊക്കെ വല്ലപ്പോഴൊക്കെ പോകണം. സാധനങ്ങൾ അന്നത്തെ സാധനങ്ങളും ഇപ്പൊ ആർക്കും വേണ്ടിട്ട് ഗൈസ്. പാക്കറ്റുകൾ ഇങ്ങനെ വിറ്റ സാധനങ്ങൾ പാക്കറ്റ് ഡെലിവറി ചെയ്യണ കുഞ്ഞുങ്ങളുടെ വീഡിയോ ഒക്കെ ഇടാത്ത ഗൈസ്. അപ്പൊ ആളിപ്പോ അതിന്റെ തിരക്കില്ല. അതുകൊണ്ട് ഞാൻ ആളുടെ വീഡിയോ എടുക്കാനുള്ള അപ്പൊ അതിന്റെ ഇതിലാണ്. അപ്പോ നമ്മ ആളുടെ വീഡിയോ ഒക്കെ ഇടും. പിന്നെ ആളെ പ്രഗ്നന്റിന് ഡെലിവറി ചെയ്യാൻ ഇനി കുറച്ച് ദിവസം കൂടി ഉള്ളൂ. ബീറ്റ ഫിഷും ഫൈറ്ററും ഒക്കെ വളർത്തിയ സ്ഥലമുണ്ടാ ഗൈസ് കാണുന്നത്. ഇപ്പൊ ഇത് പശുവിന്റെ തങ്ങിയിരിക്കുന്ന സ്ഥലമായി. അണ്ടത്തോളം തന്നെ എന്തോരം ദേഹണ്ട ഇങ്ങനത്തെ ഇതിലൊക്കെ എന്തോരം നമ്മൾ ഡീഡേഴ്സ് പറയും. പിന്നെ ഇവിടെ കടന്ന് കിട്ടിയതാണ് എന്താ മൊയിനെ കളക്ട് ചെയ്യാൻ വേണ്ടിട്ട് ഉപയോഗിച്ച വലട്ടാ. ഇതാവശ്യം വരും എടുത്തൊക്കെ. ഇപ്പൊ ഇവിടെ ഒരാളുണ്ടിട്ടാ എല്ലാത്തിനും കൂട്ടായിട്ട്. ബബ്ലി എന്നാണ് പേര്. ഞാൻ മുമ്പത്തെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. ആ വീഡിയോ കാണാത്തവർക്ക് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചെന്ന് കാണാം. അപ്പൊ ആളെ പരിചയവും. ബബ്ലി എന്നാണ് പേര്. എന്തെങ്കിലും വളർത്തണം എന്നൊക്കെ ഉണ്ട് ഗൈസ്. നടക്കണില്ല. ഇതാണ് നമ്മുടെ അങ്കവാലം വലിയ നല്ല പശു. അതായത് നമ്മ ഇടയ്ക്കെങ്കിലും പോണ വീഡിയോ ഒക്കെ ഇടും. അപ്പോൾ നമ്മ കുറെ നാളുകൾക്ക് ശേഷമാണ് കാണുന്നത്. അപ്പൊ ഇന്നത്തെ വീഡിയോ പ്രത്യേകിച്ചൊന്നുമില്ല. ഇനി മുതൽ അങ്ങോട്ട് വീഡിയോസ് ഇടും. വെക്കേഷനല്ലേ, ഒഴിവല്ല. ഇത്രയും നാൾ 10ാം ക്ലാസ്സിന്റെ പരീക്ഷയുടെ കുറച്ച് തിരക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനത്തെ ഒക്കെ ഓരോ പാട് നമ്മുടെ മൊയിലൊക്കെ ആകെ മിസ്സായിട്ട. കുറെ എണ്ണത്തിനെ വിറ്റു, കുറെ എണ്ണത്തിനെ പട്ടി നായ അങ്ങനത്തെ സാധനങ്ങൾ പിടിച്ചുകൊണ്ട് പോയി ഗൈസ്. മുക്കിനും മൂലരും പുല്ല് മത്സരമാണ്. ഇത് പുല്ലല്ല കേട്ടോ, ഇത് നമ്മുടെ ഞാറാണ്. നെല്ല് ഞാറ് മുളയ്ക്കെന്ന് പറയും. അതായത് നമ്മ പാടത്തുനിന്ന് വൈക്കോല് കൊണ്ടുവന്നിട്ട് അത് മുളച്ചുണ്ടായാണ്ടാ ഇങ്ങനെ. ഇപ്പൊ പശുക്കൾക്കൊക്കെ ഉപകാരമായി. അറ്റങ്ങളൊക്കെ കുറെ തിന്നു കൊടുത്തു. ആടുപോലെ ആയിരുന്നു. ഗൈസ് നമ്മ ഈ കൂട് നമ്മ അന്ന് പെയിന്റിങ് ചെയ്തത് ഓർമ്മയുണ്ട ഗൈസ്? നമ്മ കുറേ ബ്ലാക്ക് പെയിന്റ് അടിച്ചിട്ട് മൊയില് കൂടിന് വേണ്ടിയിട്ട്. കൂടിന്റെ അവസ്ഥയാണ് ഇപ്പൊ ഈ കാണുന്നത്. കാരണം പുറത്തേക്ക് ഒരു അപകടം ഉണ്ടായിരുന്നു. ഇടിഞ്ഞു വീണുണ്ടായിരുന്നു. മണ്ണും കൂടി ഇടിഞ്ഞു വീണപ്പാ കൂടിയും കൂടി നീക്കിവെച്ചത്. അപ്പൊ നമ്മ പറഞ്ഞിരിക്കലേ പെട്ടെന്നാണ് നേരം സന്ധ്യ ആയിക്കൊണ്ടിരിക്കുന്നത്. ഒരു വൈകുന്നേരം സമയത്താണ് ഞമ്മ എടുത്തത്. പാകോക്ക് വെളിച്ചക്കാകെ മാറിയിട്ടുണ്ട് ഗൈസ്. പിന്നെ നമ്മ നാളെയാണ് വീഡിയോ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. പിന്നൊക്കെ ഇത്രയുള്ളൂ ഗൈസ്. ടാറ്റാ ബൈ ബൈ.
നമ്മുടെ ഇവിടെ കോഴിയടാ ഒട്ടും കാണില്ല കേട്ടാ. ആകെ ഒരു കോഴി മാത്രമുള്ള ഞങ്ങൾക്ക്, അതിവളാണ്. ചാത്തൻ കോഴി പോലില്ല, ഒക്കത്തിനെയും കോഴി കൊണ്ടുപോയി. കോഴി കൊണ്ടുപോയി, പട്ടി കൊണ്ടുപോയി. കുട്ടികൾ മാത്രമേ ഉള്ളൂ ഇപ്പം ഞങ്ങൾക്ക്. ഒറ്റൊന്നും കിട്ടാനില്ല. എൻ്റെ ചാത്തൻ കോഴി വേണം. എനിക്ക് മേടിക്കാൻ പോണ വീട് നമ്മൾ എന്തായാലും ഇടുന്നായിരിക്കും കേട്ടോ. ഇവിടെ നമ്മുടെ പണ്ടത്തെ ബ്രൗണി അതാണ് ഒരു ഡോഗ് ഉണ്ടായിരുന്നു. ഊടിനാറ് മസാല അങ്ങനത്തെ. പിന്നെ നമുക്കുണ്ടായ ഒരു പൂച്ചുണ്ടായിരുന്നു, പേർഷ്യൻ കാറ്റ്. അതിനെ വിറ്റൂട്ടാ. പിന്നെ മിസാല നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും, വന്നിട്ടാ ഉലിച്ചു കളഞ്ഞ സാധനം ഇറങ്ങാൻ പോലുള്ള നമ്മുടെ ഇതൊക്കെ ഉണ്ടായിരുന്നാണ്. കണ്ണ് നിങ്ങൾ ശ്രദ്ധിച്ചാണ്ടാ, ഒരു കണ്ണ് നീലയും ഒരു കണ്ണ് മഞ്ഞയായിട്ടുള്ളതാണ്. അമ്മ വീഡിയോയിൽ ഇടാറുണ്ട്. വീഡിയോയിൽ നിങ്ങൾ ശ്രദ്ധിച്ചറിയാൻ പറ്റൂ അതിൻ്റെ പ്രത്യേകത. അമ്മ ആളിപ്പോൾ വീഡിയോ ഒന്നും എടുക്കാറില്ല. ഇത് നമ്മൾ പറമ്പുണ്ടോ ഗൈസ്. പിന്നെ നമ്മൾ പുതിയതായിട്ട് കുളമൊക്കെ ഉണ്ടാക്കിയിരുന്നിട്ട് ഗൈസ്, ഇതിനെ മുഷിക്കിടാൻ. ഇപ്പം മുഷി കിടക്കണത് വയ്ക്ക്, ഇതിൽ മുഷി ഉണ്ടെന്ന് തോന്നുന്നുണ്ട് കേട്ടോ ഗൈസ്. നോക്കട്ടെ, നമ്മ ആകെ ഒന്നും നോക്കാറില്ല ഗൈസ്. അതിലുണ്ടിട്ട ഗൈസ്, രണ്ടെണ്ണം ഉണ്ടയില് നമ്മ ഒന്നും നോക്കാറില്ല. നമുക്ക് എനിക്ക് ഇതൊക്കെ ക്ലീൻ ചെയ്തിട്ട് പുതിയ ടാങ്ക് ഉണ്ടാക്കണം. ഇതൊക്കെ വീഡിയോ ഇനി വരും. ഒന്നിനും സമയം കിട്ടില്ല ഗൈസ്. ഇതിന്ന് പഠിത്തം തന്നെ പഠിത്തായതുകൊണ്ടേ ഒട്ടും ഒഴിവുണ്ടായിരുന്നില്ല. അതുകൊണ്ട് വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല. ഇനി ഒരു നാടകം പന്നുണ്ട് ഞങ്ങളുടെ പഞ്ചായത്ത് ഗ്രൗണ്ടിലും പിന്നെ വിക്ടറി ക്ലബ്ബ് ബാഗ് ക്ലബ്ബ് നിങ്ങൾക്കറിയാം. അവരുടെ ഒരു നാടകം 2 വരുന്നുണ്ട്. നാടകത്തിൻ്റെ ഒക്കെ റിവ്യൂ വീഡിയോ ഒക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും ഗൈസ്. നമ്മ അത്രയും പുരോഗമിച്ചിട്ടില്ല. നമ്മൾ പണ്ടേ ഇങ്ങനെ വീഡിയോസ് ഇങ്ങനെ ഇട്ടുകൊണ്ടിരുന്ന കുറേ വ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായേനെ. നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് വലുത്. ഞാൻ വലിയ കാര്യത്തിനൊന്നല്ല, വെറുതെ ഒരു ടൈം പാസിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ വീഡിയോ ഒക്കെ ചെയ്യുന്നത്. നല്ല തിരക്കാണ് ഗൈസ്. ഇനി ഓർമ്മയുണ്ടോ, ഓട് അരച്ചേച്ചത് അമ്മ നിങ്ങൾക്ക് ഓർമ്മ. ഇവിടെ നമ്മൾ ആദ്യം കുറേ മുഷികളെ ഓസ്കാർ, ഗൗരാമി അങ്ങനത്തെ എന്തൊക്കെ പലവിധ സാധനങ്ങളിട്ട സ്ഥലമുണ്ടായി കാണുന്നത്. തുയ്യേ ഒരു ആവശ്യമില്ലാണ്ട് കിടക്കണം. ആ ഷീറ്റൊക്കെ അവിടെ പോയാവോ. ഇല്ല നമ്മൾ ഇവിടെയൊക്കെ മീനെ വളർത്തിയാണ്. എന്തോരം മീനായിരുന്നു അറിയോ, നല്ല ഗ്രോത്തും ഉണ്ടായിരുന്നു. മോളിത്തെ കാഴ്ചയാണ് ഇവിടെ തുടങ്ങുന്നുണ്ട് ഗൈസ്. ദാ അവിടെ ഒരു പഴക്കൊല അടുത്ത് നിൽക്കുന്നു ഗൈസ്. നല്ല കാറ്റുണ്ട് കേട്ടോ ഗൈസ്. ഇപ്പോൾ ഞാൻ പറയാൻ വന്നത്, ഇനി മുതൽ തുടരെ ഷോർട്സായിട്ടും ഒക്കെ വീഡിയോസ് ഇടും. പിന്നെ നമ്മുടെ വേറൊരു ചാനലുണ്ട്, ഷോർട്സ് ടെക് സ്കോർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ ചാനൽ ഇവിടെ കാണിക്കുന്നത് പോലെ ആ ചാനലിൽ നിങ്ങൾ കയറി സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ആ ചാനലിൽ നമ്മുടെ ബബുളിയുടെ മാത്രമായിട്ടുള്ള ഫോട്ടോസൊക്കെയാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ കയറി സബ്സ്ക്രൈബ് ചെയ്യണം ഗൈസ്. അത്രേ ഉള്ളൂ. പിന്നെ ഈ ചാനലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ ഈ വീഡിയോ ഒക്കെ ലൈക്ക് ചെയ്യണമെന്നില്ല, കാരണം ഈ വീഡിയോ അത്ര എക്സ്പെൻസീവ് വീഡിയോ ഒന്നല്ല. വെറുതെ ഒരു വീഡിയോ എന്ന് പറയാൻ മാത്രമേ ഉള്ളൂ.
ഇനി പ്രത്യേകിച്ച് കാര്യങ്ങളും കാരണങ്ങളും ഇല്ല. ഓക്കെ ഗൈസ്, സി യു ഗുഡ്. അപ്പൊ ഗൈസ്, ഞാൻ ഹാദി. നമ്മുടെ സൗണ്ട് എഫക്ട്സ് മാറ്റിയിട്ടാണ് നമ്മൾ വീഡിയോ എടുക്കണത്. എന്താ സൂര്യപ്രകാശ് എന്തോ ഗൈസ്, ആകെ കാര്യം. ഇനി വേറെ എന്തെങ്കിലും വളർത്താനും പറ്റില്ല. മനുഷ്യന് പ്രാന്തിറങ്ങിയിട്ടും പാടില്ല.